ബുദ്ധിപൂർവകം ജീവിക്കണം. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? നോക്കൂ, ഇത് പഴയ കാലത്തല്ലേ ഇതൊക്കെ പറഞ്ഞത്? പൂന്താനം തിരുമേനി 400 കൊല്ലം മുമ്പ് പറഞ്ഞതാ. എഴുത്തച്ഛൻ രാമായണത്തിൽ എത്രയോ കൊല്ലം മുമ്പ് പറഞ്ഞതാ അല്ലേ? പക്ഷേ അവര് അന്ന് പറഞ്ഞ അതേ കാര്യല്ലേ ഇന്ന് ലോകം പരിഷ്കാരത്തിന്റെ ഉച്ചകോടിയിലെത്തിയിരിക്കുക അല്ലേ? ടെക്നോളജി അത്യധികം വികസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലും സംഗതികൾക്ക് വല്ല മാറ്റമുണ്ടോ? ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്ക് വല്ല സ്വഭാവത്തിന് വല്ല മാറ്റമുണ്ടോ? അതൊക്കെ അതേപോലെ തന്നെയല്ലേ സംഭവിക്കണേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല. ഇതൊക്കെ അറിയണെന്തിനാ? ഇതൊക്കെ അറിഞ്ഞാൽ വലിയ ഗുണമുണ്ട്. അനിത്യം അസുഖം ലോകം. ഈ ലോകത്തിന്റെ സ്വഭാവം അനിത്യമാണ്, നശ്വരമാണ്, അതിനെ പിടിച്ചാൽ ദുഃഖം ഉണ്ടാവുക എന്ന് ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളോട് പറയണു. നമുക്കത് ബോധ്യാവാൻ ദാ ഇത്തരം കാര്യം, ഈ ബാഹ്യ ജീവിതം അനിത്യമാണ്, അസുഖമാണ് എന്ന് നമുക്ക് സ്പഷ്ടമായി ബോധ്യാവണം. ബോധ്യായാൽ അതിൻ്റെ പുറകെ പിന്നെ ഓടാതെ അതിൽ നിന്ന് മനസ്സിനെ പിന്തിരിച്ച് നിത്യനായി ആനന്ദസ്വരൂപനായ ഭഗവാന് നേരെ ആത്മാവിലേക്ക് തിരിയും. അല്ലെങ്കിൽ തിരിയില്ല. അതിനു വേണ്ടിയിട്ടതൊക്കെ ഈ ജീവിതത്തിന്റെ നിസ്സാരത, അല്പത, ഏത് നിമിഷം അവസാനിക്കട്ടോ ഈ ജീവിതം. അതുകൊണ്ട് ഇതോർത്ത് സദാ സർവേശ്വര സ്മരണ നിലനിർത്തിക്കൊണ്ട് ജീവിക്കൂ. അത് മാത്രമാണ് കൈങ്കര്യമായിട്ടുള്ള പ്രയത്നം. അതിനിടയിൽ സമ്പത്തുണ്ടാവാം, സൗഭാഗ്യം ഉണ്ടാവാം, സ്ഥാനമാനങ്ങൾ ഉണ്ടാവാം, ഐശ്വര്യം ഉണ്ടാവാം. അതിലൊക്കെ അഹങ്കാരം പാടില്ല. മാ കുരു ധന ജന യൗവന ഗർവം ഹരതി നിമേഷാൽ കാലഹ സർവം. എത്ര നിമിഷം വേണം ഇതൊക്കെ നഷ്ടപ്പെടാൻ? അധികാരം പോണു, സ്ഥാനമാനങ്ങൾ പോണു, പണം പോണു, പ്രതാപം പോണു, ആരോഗ്യം പോണു, അല്ലേ? രോഗം ബാധിതനാവുന്നു ശരീരം. ഓർമ്മയില്ല ഉണ്ടായാലോ ഓർമ്മ പെട്ടെന്ന് ആൽഷ്യമിഷിസ്മോ അല്ലേ? എന്താ അങ്ങനൊക്കെ പറയാ ആൾക്കാര്. ഓർമ്മയില്ലാണ്ടായി. കുട്ടിക്കാലത്തുള്ളതൊക്കെ ഓർമ്മയുണ്ട്, ഇപ്പോഴൊന്നും നടന്നൊന്നും ഓർമ്മയില്ല. ചിലർക്ക് ഇപ്പോഴുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓർമ്മയുണ്ടോ? പഴയത് മുഴുവൻ മറന്നുപോയി. സ്വന്തം ഭാര്യ അറിയണില്ല, സ്വന്തം മക്കളെ അറിയണില്ല അല്ലേ? എത്ര നിമിഷം വേണം? ഇതൊക്കെ നമ്മുടെ കയ്യിലാണോ സജ്ജനങ്ങളെ? നമ്മൾ ആലോചിക്കൂ. നമ്മുടെ കയ്യിലൊന്നുമില്ല, വെറുതെ ഒരു അഭിമാനം മാത്രം നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ഓർത്ത് ഇതിലൊന്നും അഹങ്കരിക്കാതെ ഈ ജീവിതത്തിന്റെ നശ്വരതയെ ഓർത്തുകൊണ്ട് ജീവിതമുള്ള കാലം ഈശ്വരസ്മരണയോടെ കഴിയുന്നത്ര പരോപകാരം ചെയ്തുകൊണ്ട് ലോകസേവനം ചെയ്തുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ നോക്കൂ. അതാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ മരിക്കൂലോ എന്ന് പേടിച്ചിരിക്കുകയാണോ വേണ്ടത്? അതുമല്ല വേണ്ടത്. ഒരു നിമിഷം ജീവിച്ചാൽ മതി. ആ ജീവിതം, ആ ഒരു നിമിഷം ജീവിതമായാലും നമ്മുടെ ജീവിതം തിളങ്ങണം, മിന്നിക്കണം. എങ്ങനെ? ആവോളം സൽക്കർമ്മങ്ങൾ ചെയ്യണം, ആവോളം പരോപകാര പ്രവർത്തികൾ ചെയ്യണം. തൻ്റെ ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ആയുസ് കൊണ്ടും തൻ്റെ സ്ഥാനമാനങ്ങളെ കൊണ്ടും തൻ്റെ പദവി കൊണ്ടും കഴിയുന്നത്ര ആൾക്കാർക്ക് ദ്രോഹം ചെയ്യാതെ, കഴിയുന്നത്ര ആൾക്കാർക്ക് സേവനം ചെയ്തുകൊണ്ട്, അതും ഈശ്വരബുദ്ധിയാ സേവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നാൾ അത്രയും ധന്യമാക്കി കൃതാർത്ഥതയോടെ ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റണം അല്ലേ? അതെങ്കിലും സാധിക്കണ്ടേ? ഈ ജീവിതത്തിൽ ഈ ശരീരം പോകുന്നതിന് മുമ്പ് നാശരഹിതനായ ആത്മാവായി വിളങ്ങുന്ന ഭഗവാനെ സാക്ഷാത്കരിച്ച് ഇനി ജനനമരണരഹിതമായ ഭഗവത് പദത്തിലെ പ്രാപിക്കുകയാണ് വേണ്ടത്. അതിന് സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിന് ദ്രോഹം ചെയ്യാതെ കഴിയുന്നത്ര സേവനം ചെയ്തുകൊണ്ട് ലോകത്തിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ലോകത്തോട് നാം കടപ്പെട്ടവരാകരുത്, ലോകം നമ്മളോട് കടപ്പെടണം. വി ആർ ഇൻഡെപ്റ്റഡ് ടു ദ സൊസൈറ്റി നൗ. ഈ സമാജത്തിനോട് കടപ്പെട്ടിരിക്കുക പലതരത്തിലും ഇല്ലേ? നമ്മൾ പോകുമ്പോഴോ ഈ ലോകം നമ്മളോട് കടപ്പെട്ടിട്ടുണ്ടാവണം. ലോകർ പറയണം, എത്ര നല്ലൊരു മഹാൻ, എത്ര നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം എത്ര പെട്ടെന്ന് പോയില്ലോ, അദ്ദേഹം കൊലേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിക്കണം. എല്ലാവരും മരിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? കരഞ്ഞുകൊണ്ടാ മരിക്കണേ അല്ലേ? മരിക്കണവൻ കരയണു, അയ്യോ ഇതൊക്കെ വിട്ട് പോണ്ടി വരുന്നല്ലോ എന്ന സങ്കടം. സമാധാനമായിട്ടല്ല അല്ലേ? മറിച്ചാവണത്രേ. നമ്മൾ മരിക്കുമ്പോൾ സന്തോഷമായി ചിരിച്ചുകൊണ്ട് മരിക്കാറാവണം. എന്താ? ഐ ഹാവ് ഡൺ മൈ ബെസ്റ്റ് ടു ദ സൊസൈറ്റി. ഈ ലോകത്തിന് ചെയ്യാവുന്നത്ര അധികം ഞാൻ ചെയ്തു, എൻ്റെ ഭഗവാനെ ഞാൻ സേവിച്ചു, കൃതാർത്ഥനായി, ധന്യനായി എന്നുള്ള സംതൃപ്തിയോടെ, ചാരിതാർത്ഥ്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് ടാറ്റാ ബൈ ബൈ എന്ന് യാത്ര പറയുമ്പോൾ ഈ ലോകത്തിന് യാത്ര പോകുമ്പോൾ പറയാൻ പറ്റണം. മറ്റുള്ളവർ കരയണം നമ്മൾ പോകുമ്പോൾ. മനസ്സിലായോ? നമ്മൾ മരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ കരയണോ, മറ്റുള്ളവർ ചിരിക്കണോ? ദുഷ്ടൻ പോയി കിട്ടിയല്ലോ, സമാധാനമായി. അങ്ങനെയല്ല, നമ്മൾ ചിരിക്കണം, മറ്റുള്ളവർ കരയണം എന്നാണ്. മനസ്സിലായോ? ഇത്ര നല്ലൊരു മനുഷ്യന്റെ അഭാവം ഒരു തീരാ നഷ്ടമെന്ന് തോന്നിച്ചുകൊണ്ട് നോക്കൂ. ജീവിതം ഇപ്പൊ ഏത് നിമിഷവും മരിക്കുന്നു പറഞ്ഞ് പേടിച്ച് കുറച്ചിരിക്കൊന്നും വേണ്ട കേട്ടോ. ഈ കണ്ട തടിക്കുന്ന നാശം ഏത് നിമിഷമാണെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇപ്പോഴേ ഭയപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കല്ലേ വേണ്ടേ.
പിന്നെ പറയണു സമ്പത്ത് സൗഭാഗ്യം ശാശ്വതമായതൊക്കെ ശാശ്വതമാണോ? അല്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളികമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. പച്ചപ്പാ ദരിദ്രമായിരുന്നു ഇന്നലെ വരെ, ദാ 2 കോടിയുടെ മൺസൂൺ ലോട്ടറി കിട്ടി. നമുക്ക് പറയാൻ പറ്റും ആരുടെ അർക്കം ഭാഗ്യം കടാക്ഷിക്കണെന്ന്? ഇല്ലല്ലോ. ദരിദ്രനായിരുന്ന ആള് പെട്ടെന്നെന്താ ധനികനാവണോ? ഒരു നിമിഷ നേരം കൊണ്ട് പിച്ചപ്പാളയെടുത്ത ആള് മാളിക മുകളേറ്റി മന്നവനാക്കി. അതുവരെ വളരെ സൗഭാഗ്യത്തോടെ സമ്പത്തോടെ ആർഭാടത്തോടെ കഴിഞ്ഞാളോ എല്ലാം നഷ്ടപ്പെട്ട് എരപ്പാളിയാവണു. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഒരു 50 കൊല്ലത്തിന്റെ ചരിത്രം പുറകിലേക്ക് പോയാൽ നമുക്ക് കാണാല്ലേ. പ്രത്യേകിച്ചും ഈ കേരളത്തില് ഭൂസ്വത്തുണ്ടായിരുന്നു, പലതരത്തിലുള്ളതായ അഢ്യത്തുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. വലിയ ജമ്മിമാര് കേമന്മാര് ഒരു കാലത്ത് എവിടെ പോയി? ഭൂനിയമം വന്നതോട് കൂടിയിട്ടോ പിച്ചപ്പാളെടുത്തു പല ആൾക്കാരും ഇല്ലേ. ആലോചിച്ച് നോക്കൂ, കാലത്തിന്റെ സ്വഭാവമാണത്. കാലം ഭഗവാനാണല്ലോ. അന്തഃപുരുഷരൂപേണ കാലരൂപേണ ബഹിഹി എന്നാണ് ഭാഗവത്തിൽ ശുഖപരമർഷി പറഞ്ഞുതരാ. അകത്ത് ആത്മചൈതന്യ രൂപമായിട്ട് ചൈതന്യരൂപമായിരുന്ന ഈ ശരീര മനോബുദ്ധികളെ പ്രവർത്തിക്കുന്ന ആത്മാവായിട്ടിരിക്കുന്നത് ഭഗവാൻ, പുറത്തോ കാലസ്വരൂപനായിരിക്കുന്നു ഭഗവാൻ. ഈശ്വരനെ വിശ്വസിക്കാത്ത ആൾക്ക് പോലും കാലത്തെ വിശ്വസിക്കണമല്ലോ. എല്ലാവരും കാലയവനികയ്ക്ക് അകത്താവും. കാലോ ജഗൽ ഭക്ഷക എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയാ. എല്ലാവരെയും ഭക്ഷിക്കുന്നു, വിഴുങ്ങുന്നു ഈ കാലം. ഇതിനൊക്കെ എത്ര നേരം വേണം? അതുകൊണ്ട് പണത്തിൽ അഹങ്കരിക്കരുത്. പണമുണ്ടോ കഴിയുന്നത്ര ആൾക്കാർക്ക് ദാനവും ധർമ്മവും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം. എന്നാലോ ദാനവും ധർമ്മവും ചെയ്ത പണമൊക്കെ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുക. കഴിഞ്ഞ ജന്മത്തിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെയാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ്. അന്ന് ചെയ്ത പുണ്യകർമ്മത്തിന്റെയാണ് ഇന്ന് കിട്ടിയതൊക്കെ. അപ്പൊ ഈ ജന്മത്തിൽ ധാരാളം പണം സമ്പത്ത് സൗഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മനുഷ്യൻ ആലോചിക്കുമോ, ഇതെനിക്കുണ്ടായത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ദാനധർമ്മം ചെയ്തുകൊണ്ടാണ്, ഇനി നിലനിൽക്കണമെങ്കിൽ ഈ ജന്മത്തിൽ കിട്ടിയത് മുഴുവനും അടിച്ചു പൊളിച്ച് കളയരുത്. കഴിയുന്നത്ര നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ പൊതുവെ ആൾക്കാർക്ക് പണമൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ തോന്നാറില്ല. അന്യരാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസി കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ഇന്ത്യൻ കറൻസി ഡോളറായിട്ടോ അല്ലെങ്കിൽ ആ നാട്ടിലത്തെ ഏതെങ്കിലും പണിയായിട്ട് കൺവെർട്ട് ചെയ്യണം നമ്മൾ. ശരിയല്ലേ? ഡോളറായി കൺവെർട്ട് ചെയ്താൽ ഏത് നാട്ടിലും കൊണ്ടുപോകാം. ഇതുമാതിരി നമ്മൾ ഈ ജന്മത്തിൽ ആർജിച്ച പുണ്യം മുഴുവനും സമ്പത്ത് മുഴുവനും നമുക്ക് കൂടെ കൊണ്ടുപോകണോ അതോ ഒന്നും ഇല്ലാണ്ട് കൈ വീശി പോകണോ? ബുദ്ധിമാൻ ഉണ്ടാക്കിയത്ര കൊണ്ടുപോകാനല്ലേ നോക്കുക? ഒന്നും പോകാനാണോ നോക്കുക? ചത്ത കഴുത്തിലുള്ള മാല വിരലിലുള്ള മോതിരൊക്കെ ബന്ധുക്കൾ ഊരിയെടുക്കും, എന്നിട്ടേ ദഹിപ്പിക്കുള്ളൂ. അപ്പൊ അതോടുകൂടി വിടില്ല. എന്നാൽ എന്തെങ്കിലും കൊണ്ടുപോകാൻ കഴിയണമെങ്കിലോ ഒന്നേ വഴിയുള്ളൂ. ഈ ഡോളറാക്കി ഇന്ത്യൻ മണിയെ കൺവെർട്ട് ചെയ്യുന്ന മാതിരി ഈ സമ്പത്തിനെ മുഴുവനും പുണ്യമായി കൺവെർട്ട് ചെയ്താൽ നമ്മൾ പോണയിടത്തൊക്കെ നമ്മുടെ കൂടെ വരും ജന്മജന്മാന്തരങ്ങളിൽ. ഇതാണ് രഹസ്യം. പുണ്യമായി കൺവെർട്ട് ചെയ്യണമെങ്കിലോ ദാനവും ധർമ്മവും ചെയ്യണം. ഇതൊന്നും ചെയ്യാണ്ട് അതൊക്കെ ഒരു നിലയിൽ നല്ല മാളികയെ മുകളിലേറി വലിയ സമ്പന്നനായിട്ടിരുന്നു, ആർക്കും അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല അല്ലേ? എന്നിട്ട് അവസാനം എന്താവും? അവസാനം പോയ ആരെങ്കിലും നമ്മളെ കാരുണ്യം കാണിക്കും? അമ്മായുള്ളൂ ദുഷ്ടൻ. ഉള്ളപ്പോഴേ ഒരാൾക്ക് കൊടുത്തിട്ടില്ല എന്നല്ലേ പറയാ. പച്ച വെള്ളം കൊടുക്കില്ല. ആരെങ്കിലും വന്നാ നായ അഴിച്ചിട്ട് കടിപ്പിക്കും. ഇങ്ങനെയാ ചില ആൾക്കാരുടെ സ്വഭാവം. നഷ്ടം നോക്കൂ. അങ്ങനെയല്ല വേണ്ടത്. ഇതൊക്കെ എത്ര നേരം വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ആരോഗ്യം ഉണ്ടെങ്കിൽ അഹങ്കരിക്കരുത്, സൗന്ദര്യം ഉണ്ടെങ്കിൽ അതിലഹങ്കരിക്കരുത്, സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ പണം ഉണ്ടെങ്കിൽ അതിലഹങ്കരിക്കരുത്. ഇതൊക്കെ കഴിയുന്നത്ര സേവനത്തിന് പുണ്യാചരണത്തിന് ഉപയോഗിക്കണം. ഇത് കണ്ടാൽ ഇതൊക്കെ അസ്ഥിരമാണ്, താൽക്കാലികങ്ങളാണ്, മിന്നിമറയുന്നതാണ്, ശാശ്വതമല്ല. ശാശ്വതമല്ലീ ശരീരം ശവമാണെന്നോർത്തുകൊണ്ട് സത്യാത്മാവിനെ അറിയാൻ പരിശ്രമിക്കൂ. ഈ ശരീരം സത്യമല്ല, ശാശ്വതമല്ല. ഈ ലോകത്തിലുള്ള ഒന്നും ശാശ്വതമല്ല. ശാശ്വതമായത് ആത്മാവായ ഭഗവാൻ മാത്രം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വാഴുമ്പോ തന്നെ, വയസ്സാങ്കാലത്തല്ല, ഇത് എത്ര ചെറുപ്പത്തിലേ മനസ്സിലാക്കാൻ സാധിച്ചോ അത്രത്തോളം ഭാഗ്യശാലികൾ അവര്. ഒരു നടൻ രംഗത്ത് വന്ന് വേഷം കെട്ടി കളിക്കും പോലെ അച്ഛന്റെ വേഷം, അമ്മയുടെ വേഷം, ഭാര്യയുടെ വേഷം, ഭർത്താവിന്റെ വേഷം ഒക്കെ വേഷം കെട്ടി നമ്മൾ കളിക്കണം.
വെളിച്ചപ്പാടിന്റെ വേഷം കെട്ടി കൂറയൊക്കെ ചുറ്റി അരയിൽ ചെലമ്പും കയറ്റി വാളും കൈ തന്നാലോ പിന്നെ ഉറഞ്ഞു തുള്ളുക. വെറുതെ വിറയ്ക്കാ പോരാ, ഉറഞ്ഞു തുള്ളുക എന്നർത്ഥം. എന്നിട്ട് കൽപ്പന പറയുക. ഇതുപോലെ ഭഗവാൻ വേഷം കെട്ടിച്ച് വിട്ടിരിക്കുക. നമുക്ക് ഓരോരുത്തർക്കും വേഷം കൽപ്പിച്ചത് ആരാ, തന്നത് ആരാ? ഭഗവാനാ. നമ്മുടെ പൂർവ്വകർമ്മത്തിനനുസരിച്ചിട്ട് അല്ലേ ആ വേഷം നല്ലോണം അങ്ങോട്ട് അഭിനയിച്ചോളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് ബോധം വേണം? ഇതൊന്നും സത്യമല്ല, ശാശ്വതമല്ല. ഭാഗവത്തിൽ പറയും ഗൃഹേഷു അതിഥിവത് വസന്ന. സ്വന്തം വീട്ടിൽ പോലും വേറൊരു വീട്ടിൽ അതിഥിയായി പോയവനെ പോലെ വേണം കഴിയാൻ. സ്വന്തം വീട്ടിൽ അത്ര പോലും പറ്റു പാടില്ല, ഒട്ടല് പാടില്ല എന്ന്. അതിഥി എന്നിരിക്കുവോ? എപ്പോഴും പോലേ. ഈ ശരീരത്തിൽ പോലും തൽക്കാലത്തേക്ക് അതിഥിയായി വസിക്കുക. ഇവിടുന്ന് ഇറങ്ങി പോണല്ലോ. ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ജീവിത യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ചിന്തിച്ചാൽ, ആലോചിച്ചാൽ നമുക്ക് ആരോടും ആസക്തിയില്ല, ഒട്ടലില്ല. ഭഗവാനോട് മാത്രം. ഭഗവാനോട് വേണേ മയ്യാസക്തമനാ പാർത്ഥ, എന്നോട് ആസക്തിയുള്ളവനാ അർജുന എന്നാ പറഞ്ഞേ. നമുക്ക് ആസക്തി വിടാനല്ലേ, മമത വിടാനല്ലേ, ഒട്ടൽ വിടാനല്ലേ വിഷമം. അയ്യോ ദാറ്റ് ഈസ് ടു മച്ച്. ഭഗവാൻ പറഞ്ഞു എനിക്കറിയാം, പ്രാക്ടിക്കലായിട്ട് എനിക്കറിയാം നിങ്ങൾക്ക് ആസക്തി വിടാൻ വിഷമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആസക്തി കളയണ്ടേ, വെച്ചോളൂ, പക്ഷെ അത് എന്നിലേക്ക് തിരിച്ചോളൂ, എന്നിൽ വെച്ചോളൂ എന്ന്. ഇതല്ലേ ഭഗവാൻ കൃഷ്ണൻ പച്ചയായിട്ട് ഗീതയിൽ പറഞ്ഞത്? മൈ ആസക്തമനഹ, നിന്റെ മനസ്സിന്റെ ആസക്തി മുഴുവൻ എന്നിലേക്ക് വെക്കൂ, എന്നോട് ആസക്തനായിക്കോളൂ. എന്നാലോ ഭഗവാനോട് ആസക്തനാവുമ്പോ മറ്റുള്ളവരോടുള്ള ആസക്തി മുഴുവൻ പോയിക്കോളും. അതാണ് അതിന്റെ രഹസ്യം. ഇതിനാണ് ഈ നശ്വരത, ഈ അല്പത്വം, ഈ ജീവിതം പച്ചയായിട്ട് ഇങ്ങനെ തുറന്ന് ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങളിൽ കാണിച്ചു തന്നത്. കണ്ടാലൊട്ടറിയുന്നു ചിലരിത്, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. ഇത് നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടും പറഞ്ഞിട്ടും കേട്ടിട്ടും ചില ആൾക്കാർക്ക് മനസ്സിലാക്കണ്ടല്ലേ. കണ്ടാലൊട്ടറിയുന്നു ചിലര്. ജീവിതത്തിൽ വരുമ്പോ, ജീവിതത്തിൽ അനുഭവത്തിൽ വരുമ്പോ മനസ്സിലാക്കണു അല്ലേ. ഇത്രേ ഉള്ളൂ. ഇനി ഇതിനെ പിടിച്ചുകൊണ്ടിരുന്ന അപകടമാണ്. പക്ഷെ കണ്ടാലും തിരിയുന്നില്ല ചില ആൾക്കാർക്ക്, മനസ്സിലാവുന്നില്ല ചില ആൾക്കാർക്ക്. പഴയ ആൾക്കാർ പറയും കണ്ടാറിഞ്ഞില്ല, ഈ കൊണ്ടാൽ അറിയണടാ അല്ലേ. ഇതെന്തൊരു വർക്ക, കണ്ടാലും അറിയില്ല, കൊണ്ടാലും അറിയില്ല. എത്ര ജീവിതത്തിൽ പ്രഹരങ്ങൾ കിട്ടിയാലും, എത്ര ദുഃഖങ്ങൾ വന്നാലും, എത്ര ദുരിതങ്ങൾ വന്നാലും, എത്ര തന്നെ നശ്വര വസ്തുക്കളെ ലോകത്തിൽ നമ്മൾ കണ്ടാലും, കൺമുമ്പിൽ കണ്ടാലും, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചാലും പിന്നെയും അതിന്റെ പുറകെ തന്നെ പോവുക. ശാശ്വതനായ ഭഗവാനിലേക്ക് മനസ്സ് തിരിയാണ്ടിരിക്കുക. ഇതെന്തൊരു മായ അത്, ശരിയല്ലേ? കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. വിവേകികളായ ആൾക്കാര്, മനസ്സ് ശുദ്ധിയുള്ള ആൾക്കാര്, സുഹൃതികളായ ആൾക്കാര് മുമ്പേ തന്നെ മനസ്സിലാക്കുന്നു. അനുഭവത്തിൽ വരണ്ട. എല്ലാം നമ്മൾ അനുഭവിച്ചിട്ട് പാഠം പഠിക്കാൻ പറ്റുമോ? ചിലതൊക്കെ നമ്മൾ കുറച്ച് അനുഭവിച്ചു നോക്കണം. ചിലതൊക്കെ മറ്റുള്ളവരുടെ അനുഭവം കണ്ടു പഠിക്കണം. ചിലതൊക്കെ പൂർവന്മാര് പറയണതിനെ വിശ്വസിക്കണം. പിന്നെ ശാസ്ത്രങ്ങളുടെ വാക്കിനെ തട്ടിച്ചു നോക്കണം. എന്നിട്ട് ഇതെല്ലാവരും പറയണത് ഒന്നാണ്. ശാസ്ത്രങ്ങളും പറയണു, പൂർവന്മാര് പറയണതും അത് തന്നെ, മറ്റുള്ളവരുടെ അനുഭവം ഇങ്ങനെ തന്നെ. അനിത്യം, അസുഖം, ഈ ലോകത്തും ദുഃഖമുള്ളൂ, ഇതൊക്കെ നശ്വരമാണ്, ക്ഷണികമാണ് എന്ന് അവരും പറയണു. മറ്റുള്ളവരുടെ അനുഭവം, നമ്മുടെ അനുഭവം അങ്ങനെ തന്നെ. എങ്കിൽ നാം ആ ശാസ്ത്ര സത്യത്തെ വിശ്വസിക്കണ്ടേ? ഇതാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് മുമ്പേ ഇതൊക്കെ കണ്ടിട്ട് ഇതിലൊക്കെ കടന്നു പോകാതെ ഈ ലോകത്തിന്റെ നശ്വരത, അസ്ഥിരത മുൻകൂട്ടി വേഗം കൊണ്ട് മനസ്സിലാക്കി ശാശ്വതനായ ഭഗവാനെ അടഞ്ഞ് മുക്തന്മാരാവുന്നു. ഈ സംസാര ചക്രത്തിൽ നിന്ന്, പ്രവാഹത്തിൽ തന്നെ അവര് പുറത്തു കടന്നു എന്നർത്ഥം. മഹാഭാരതത്തില് ധർമ്മപുത്ര മഹാരാജാവിന് ധർമ്മോപദേശിക്കുമ്പോൾ പല പല കഥകൾ പറയും. ഭീഷ്മര് ഒരു കഥ, ഒരു കുളത്തില് ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിരുന്ന പോലെ ഒക്കുവന്മാരൊരുക്കി അതിലിങ്ങനെ പോണ സമയത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് പോവുക. എടോ ഇതിൽ ധാരാളം മത്സ്യമുണ്ട്, മീനുണ്ട്, വേനൽക്കാലാണ്, വെള്ളം വറ്റാറായി, നമുക്കൊരു ദിവസം വന്ന് വലയിടണം, നല്ല കോള് കിട്ടും. രാത്രിയിൽ ആ മത്സ്യങ്ങളെ അവിടുത്തെ ഒരു മത്സ്യം വിളിച്ചു കൂട്ടി. ആ മത്സ്യത്തെ കേട്ടു, ഈ മുക്കുവന്മാർ പറഞ്ഞുകൊണ്ട് പോണത് കേട്ടു. ആ കേട്ട മത്സ്യം മറ്റേ കൂട്ടുകാർ മത്സ്യങ്ങളൊക്കെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് കൂടി. എന്നിട്ട് അവരോട് പറഞ്ഞു, കേട്ടുവോ, ഇന്ന് മുക്കുവന്മാർ ഇതിലേക്ക് പോകുമ്പോൾ അവരൊരു ചർച്ചയുണ്ടായിരുന്നു. എന്താ അത്? നമ്മളെ താമസിക്കുന്ന ഈ കുളത്തില് വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കണു. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ അധികം വൈകാതെ വേനലിന്റെ ചൂട് കൊണ്ട് വെള്ളം ഇല്ലാണ്ടാവും. അപ്പൊ വേഗം വെള്ളം കുറയാൻ നോക്കിയിരിക്കുകയാണ്. അവരൊക്കെ മല കൊണ്ടുവന്ന് നമ്മളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നാം ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഉള്ള വഴി നോക്കണം. വെള്ളം വറ്റുന്നു. ഇപ്പൊ നമുക്ക് ചാടി ചെളിയിലൂടെ അങ്ങനെ കുറച്ചും കൂടിയും വിശാലമായ വറ്റാത്ത ഒരു ജലാശയത്തിലേക്ക് ഇന്ന് രാത്രി തന്നെ നമുക്ക് സ്ഥലം വിടാം, മാറി താമസിക്കാം എന്ന് ദീർഘദർശിയായ ഒരു മത്സ്യം. അദ്ദേഹമാണ് ഇത് കേട്ട് ഇവരെ മീറ്റിംഗ് കൂടി
ഇതൊക്കെ അവതരിപ്പിച്ചത്, പ്രമേയം അവതരിപ്പിച്ചു, ദീർഘദർശി. അത് കേട്ടപ്പോൾ മറ്റ് പല മത്സ്യങ്ങളും പൊട്ടിച്ചിരിച്ച് അതിനെ കളിയാക്കി, തനിക്ക് വട്ട, ഏയ് വേനൽക്കാലം തുടരാൻ പോണില്ല, ഇതിലെ വെള്ളം വറ്റാൻ പോണില്ല, മുക്കന്മാർ വരാൻ പോണില്ല, വല ഇടാൻ പോണില്ല, നമ്മളതിൽ പെടാനും പോണില്ല, പിന്നെ എന്തിനാ അവിടുന്ന് മാറേണ്ടത് ആവശ്യം, മഴയൊക്കെ ധാരാളം ഉണ്ടാവും. എന്ത് പറയാനാ? അവര് മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയി. വേറെ ചില ആൾക്കാർ പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാ, ഈ നിലയ്ക്ക് പോയാൽ മഴ ഇങ്ങനെ ഇല്ലാണ്ട് നിന്നാൽ വെള്ളം കുറയും, കുറഞ്ഞാ മുക്കുവന്മാർ വരും, വന്നാ വല വീശും, വല വീശാ നമ്മളതിൽ പെടും. പക്ഷെ അതിന് ഇപ്പോഴേ എന്തിനടോ ടെൻഷൻ അടിക്കണേ, അപ്പം നോക്കിയാൽ പോരേന്ന്. അവർ വരട്ടെ, വലയിടട്ടെ, ആ വലയിൽ പെട്ടാലോ അപ്പം എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ ആ വല കുതറി പൊട്ടിച്ചത് രക്ഷപ്പെടും, അതിനു വേണ്ടിയിട്ട് ഇത്ര മുൻകൂട്ടി മുൻകരുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരും വാക്കൗട്ട് ചെയ്തു, മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ഈ ദീർഘദർശിയായ മത്സ്യം ആ മത്സ്യങ്ങളോട് പറഞ്ഞു, ശരി എങ്കിൽ ഞാൻ ഇവിടുന്ന് നിന്ന് തന്നെ രക്ഷപ്പെടാൻ പോവാം എന്ന് പറഞ്ഞ ആ മത്സ്യം അന്ന് രാത്രി തന്നെ ആ കുളത്തിൽ നിന്ന് വലിയൊരു ജലാശയത്തിലേക്ക് രക്ഷപ്പെട്ടു. അത്രയും നഷ്ടം. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു, വെള്ളം പറ്റി, മഴ വന്നില്ല, മുക്കുവന്മാർ വന്നു, വല വീശി. സ്വാഭാവികമായിട്ടും ആ മത്സ്യങ്ങളൊക്കെ വലയിൽപ്പെട്ടു അല്ലേ? ആ വല വലിച്ച സമയത്തോ ചില മത്സ്യങ്ങള് ആ വലയിൽ നിന്ന് കുതറി പൊട്ടിച്ച് ചാടി രക്ഷപ്പെട്ടു. വളരെ അപൂർവം ചിലര്. പക്ഷെ അധിക മത്സ്യങ്ങളും വെള്ളം പറ്റില്ല, മുക്കുവന്മാർ വരില്ല, വല വീശില്ല, അത് പെടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മത്സ്യങ്ങളൊക്കെ അതിൽപ്പെട്ട് അതിൻ്റെ അന്ത്യമായി. ആ മത്സ്യങ്ങളൊക്കെ മാർക്കറ്റിൽ ശവന്തീനികളുടെ വയറ്റിലെത്തി നട്ടം. അവസാനം മാർക്കറ്റിൽ വന്നിട്ട് ശരിയോ? അങ്ങനെ ഉണ്ടായി. ഇതെന്താ? ഇതാണ് മുമ്പേ കണ്ടിട്ടറിയുന്നത് ചിലർ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടിട്ടറിയുന്നത് ചിലർ എന്ന് പറയുമ്പോൾ പറയാ ആ ദീർഘകാലജ്ഞനെ മാതിരി വേണട്ടോ, ദീർഘദർശിയെ മാതിരി വേണട്ടോ. അല്ലാതെ ഈ ദീർഘസൂത്രി, മറ്റുള്ള ആൾക്കാരെ ദീർഘസൂത്രി ഒക്കെ നീട്ടിവെക്കുക അങ്ങനെയാ. സംസ്കൃതത്തിലെ സുഭാഷിതത്തിലെ ശ്ലോകം പറയും, സ്വകാര്യം അദ്യ കുർവീത, നാളെ ചെയ്യേണ്ട കാര്യം വിവേകികൾ ഇന്നേ ചെയ്യും. പൂർവാന്നേറ്റ പരാന്നികം, വൈകുന്നേരം ചെയ്യേണ്ട കാര്യം രാവിലെ തന്നെ ചെയ്തു വയ്ക്കും. എന്താ കാരണം? യമസ്യ കരുണാനാസ്തി, യമന് കരുണയില്ല. കൃതം വാ ഹ്യതവാ കൃതം, ഓ നിന്റെ മോളെ കെട്ടിച്ചോ, കുട്ടികൾ സെറ്റിൽ ചെയ്തോ, പേരക്കുട്ടി ഉണ്ടായോ, മറ്റവന് ജോലിയായോ, ഇതൊക്കെ കാത്തിരിക്കില്ല മരണദേവത. സമയമായാലോ യമസ്യ കരുണാനാസ്തി, യമന് കരുണയില്ല. കൃതം യാ ഹതാകൃതം, നീ ചെയ്യേണ്ടതൊക്കെ ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിച്ചോ ഇല്ലയോ അതൊക്കെ നോക്കിയിട്ട് കാത്തിരിക്കില്ല എന്ന്. നമ്മളെന്താ ചെയ്യുക? രാവിലെ ചെയ്യേണ്ടത് വൈകുന്നേരം ചെയ്യാൻ നിൽക്കും. ഇന്ന് ഇത് നാളെ ഉണ്ടല്ലോ സമയം, നാളെ ചെയ്യാലോ. കുട്ടികൾ പഠിക്കണ കുട്ടികൾ പ്രത്യേകിച്ചു അല്ലേ, ഓ ശനിയാഴ്ച പഠിക്കാം, ഞായറാഴ്ച പഠിക്കാം. പ്രോക്രാസ്റ്റിനേഷൻ, നീട്ടി ഈ പരീക്ഷയാവുമ്പോൾ പഠിക്കാം അല്ലേ. വിവേകികൾ എന്ത് ചെയ്യണം? നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഉച്ചകഴിഞ്ഞ് ചെയ്യേണ്ടത് രാവിലെ ചെയ്യണം. എന്താ കാരണം? നമ്മൾ ഉച്ച കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നതിലെ എന്താ ഉറപ്പ്? നിശ്വാസത്തെ ഊപ്പർ ക്യാ വിശ്വാസ എന്നാണ് ചോദിക്കണേ. നിശ്വാസവായുവിന്റെ പുറത്ത് എന്ത് വിശ്വാസത്തിലാണോ ഇരിക്കുന്നത്? കുറുപ്പിന്റെ ഇരിപ്പിന് ഒരു ഉറപ്പില്ല എന്ന് പറഞ്ഞ മാതിരിയാ. പുറത്തേക്ക് പോയ കാറ്റ് അടുത്ത നിമിഷം അകത്ത് വരുന്ന ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ല എന്ന്. അങ്ങനെയുള്ള ആൾ നാളെ ആവാന്ന് പറഞ്ഞാലോ. ഒരു രസകരമായ സംഭവം പാണ്ഡവന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഈ കഥയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണല്ലോ ഇതൊക്കെ രസകരമായി നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. ധർമ്മപുത്ര മഹാരാജാവ് രാജാവായിരിക്കുക. അപ്പൊ ഒരു ബ്രാഹ്മണൻ മഹാരാജാവിനെ കാണാൻ വന്നു. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് എന്ത് സഹായം ചോദിക്കാനാ. ധർമ്മപുത്ര മഹാരാജാവിന്റെ അടുത്ത് വന്നപ്പോൾ ധർമ്മപുത്ര മഹാരാജാവിനെ ഇരുത്തി എന്തൊക്കെയാ വിവരങ്ങൾ ചോദിച്ചു. പറഞ്ഞു, ഇന്ന് കുറച്ച് തിരക്കാണ്, ഒരു കാര്യം ചെയ്യും, അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നോളൂ, വേണ്ട സഹായം ചെയ്യാം. അകത്ത് പോകുമ്പോൾ ഭീമസേനൻ കണ്ടു ഈ ബ്രാഹ്മണൻ പോണത്. അവരൊക്കെ സാധാരണ എന്തെങ്കിലും ദാനത്തിനാണ് വരിക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണൻ വെറും കൈയായിട്ട് തിരിച്ചു പോണു. അവ ഭീമസേനൻ കണ്ടു. ഉടനെ അടുത്ത് വിളിച്ചു, എന്ത് പറ്റി? മഹാരാജാവിനെ കണ്ടില്ലേ, ഒന്നും തന്നില്ലേ? അപ്പുറത്ത് മഹാരാജാവിനെ കണ്ടു, എൻ്റെ ആവശ്യം പറഞ്ഞു, രാജാവ് സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും വിശേഷ സംഭവങ്ങൾ ഉണ്ടായാൽ എല്ലാവരെയും അറിയിക്കാനുള്ള ഒരു മണിയുണ്ട്. ഭീമസേൻ ആ മണി പിടിച്ച് അടിക്കാനേ തുടങ്ങി. മണി ഇങ്ങനെ അടിക്കാൻ തുടങ്ങി, മുഴങ്ങാൻ തുടങ്ങി, ആൾക്കാർക്ക് ഓടിക്കൂടാൻ തുടങ്ങി. എന്തോ വിശേഷ സംഭവം ഉണ്ടായിട്ടുണ്ട്. മണി അടിക്കുക, എല്ലാവരും അടിക്കുന്നത്. ഭീമന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, എന്ത് പറ്റി? മിണ്ടണില്ല, മണി അടിച്ചുകൊണ്ടേ ഇരിക്കുക. കൊട്ടാരത്തിലങ്ങനെ നാട്ടുകാർ മുഴുവൻ ജനം നിറഞ്ഞ് തടിച്ചുകൂടി.
ധർമ്മപുത്ര മഹാരാജാവിനും ആശ്ചര്യം. എന്താ ഈ ഭീമസേനൻ മണി നിർത്താണ്ടടിക്കുന്നു, എന്ത് പറ്റിയ ഭീമ? മിണ്ടണില്ല, അടിയോ അടി. അങ്ങനെ എല്ലാവരും വന്ന് നടന്ന സമയത്ത് ഭീമസേനൻ ആ മണിയടി നിർത്തിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ വന്നിട്ട് ഒരു വലിയ പ്രസംഗം. ഇന്ന് ഞാൻ ഒരു മഹൽ കാര്യം തിരിച്ചറിഞ്ഞു. അത് നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. എന്ത്? ഏറ്റവും വലിയൊരു അത്ഭുതം, എൻ്റെ ജ്യേഷ്ഠന് ഉറപ്പ് കിട്ടിയിരിക്കണു. ജ്യേഷ്ഠൻ 2 ദിവസം കൂടി ജീവിച്ചിരിക്കുന്നു. അതെന്താ? ആ ദാനത്ത് വന്ന ബ്രാഹ്മണനോട് പറഞ്ഞയച്ചിക്കണു 2 ദിവസം കഴിഞ്ഞ് വന്നോളൂ തരാന്ന്. അപ്പൊ ഉറപ്പല്ലേ ഇദ്ദേഹം 2 ദിവസം ജീവിച്ചിരിക്കുന്നത്? അടുത്ത നിമിഷം ജീവിച്ചിരിക്കുന്ന ഉറപ്പില്ല. അത് നമ്മുടെ കയ്യിലല്ല. അങ്ങനെ ഇരിക്കെ, അതാണ് ഈ ജീവിതത്തിന്റെ അസ്ഥിരത. അങ്ങനെ ഇരിക്കെ ധർമ്മപുത്ര മഹാരാജാവ് 2 ദിവസം കഴിഞ്ഞ് വന്ന അദ്ദേഹത്തിന് മകളുടെ കല്യാണത്തിനുള്ള ധനം കൊടുക്കാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉറപ്പുണ്ടല്ലോ 2 ദിവസം ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഈ അത്ഭുതം നിങ്ങളെ അറിയിക്കാനാണ്. ധർമ്മപുത്ര മഹാരാജാവിന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തില്ല. ആദ്യം പെട്ടെന്ന് തിരിച്ചറിവുണ്ടായി. ഉടനെ ആ ബ്രാഹ്മണനെ വരുത്തി അപ്പൊ തന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര സഹായം ചെയ്ത് പറഞ്ഞയച്ചു എന്നാണ്. നോക്കൂ, കഥയാണെങ്കിലും അതിലെ കാര്യം നോക്കൂ. കർണൻ ദാനം വാങ്ങാൻ വന്നു. കൃഷ്ണ ഭഗവാൻ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇടത് കൈ കൊണ്ട് ആ വെള്ളിക്കിണ്ണ അപ്പൊ തന്നെ അങ്ങോട്ട് ദാനം ചെയ്തു. എന്താ ഇടത് കൈ കൊണ്ട് ചെയ്യാം, വലത് കൈ കൊണ്ടല്ലേ ദാനം ചെയ്യണ്ടേ? 2 കാര്യമുണ്ട്. എൻ്റെ ഇപ്പൊ ഈ കയ്യിലെ എണ്ണയാണ്, ഈ കയ്യെ ഫ്രീ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കൊടുക്കാതിരിക്കണമെങ്കിൽ മനസ്സ് മാറിയാലോ? ഇപ്പൊ കൊടുക്കണം തോന്നണത്, ഇപ്പോ ഒരു 5000 രൂപ കൊടുക്കണം തോന്നിയാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും 500 മതി തോന്നും. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 5 രൂപ മതി തോന്നും. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തിനാ കൊടുക്കണേന്ന് തോന്നും. ഇതാ മനുഷ്യ മനസ്സിന്റെ സ്വഭാവം അത്രയും മാത്രം. ശരിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ഏതൊരാളുടെ വിഷമോ എന്തെങ്കിലും കേട്ടാൽ അപ്പം നമുക്ക് കൊടുക്കണം തോന്നണില്ലേ? അതങ്ങോട്ട് കൊടുക്കണം. കുറച്ച് കഴിഞ്ഞാൽ ഈ മനസ്സ് മാറും. മനസ്സ് ഭയങ്കര കളിപ്പില്ല. അനുഭവിച്ചാലേ ഇതൊക്കെ അറിയുള്ളേ. അനുഭവമില്ലേ? അപ്പൊ കൊടുക്കണം തോന്നിയാൽ കൊടുത്തോണം. മാത്രമല്ല ഇനി പിന്നെ കൊടുക്കാം വെച്ചാൽ പിന്നേക്ക് ജീവിച്ചിരിക്കുന്ന ഉറപ്പില്ലല്ലോ. ഇതൊക്കെയാണ് ഇവിടെ പഠിക്കപ്പെടുന്നത്. കണ്ടാലൊട്ടറിയുന്നു ചിലത് കണ്ടറിയണോ, ചില ആൾക്കാർ കൊണ്ടറിയണോ, ചില ആൾക്കാർ കണ്ടാലും കൊണ്ടാലും അറിയണില്ല, ചില ആൾക്കാര് കൊള്ളാനൊന്നും കാത്തു നിൽക്കണില്ല. മുമ്പേ തന്നെ ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി ദീർഘദർശികളായ ആ മത്സ്യത്തെ പോലെ വിവേകപൂർവം ഈ നശ്വരമായ ജഗത്തിന്റെ പുറകെ ഓടാതെ ശാശ്വതനായ മഹാപ്രഭുവിനെ ഭജിച്ച് സാക്ഷാത്കാരം നേടി കൃതകൃത്യനാകുന്നു. അപ്പൊ ഒരു ചോദ്യം, ഈ ജീവിതത്തിന്റെ നശ്വരതയും അനിത്യതയും അല്പത്വവും ഈ ഭോഗങ്ങളും ഈ സ്ഥാനമാനങ്ങളും ഐശ്വര്യങ്ങളും ഒന്നും സ്ഥിരമായി നമ്മുടെ കൂടെ നിൽക്കില്ല. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോവാം. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും, പക്ഷെ നമ്മുടെ ജീവിതത്തിലും വന്നിട്ടും കണ്ടിട്ടും അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് എല്ലാ ആൾക്കാർക്കും അതിന് മനസ്സ് മടങ്ങാത്തത്, അതിൽ ആസക്തി പോകാത്തത്, സത്യസ്വരൂപനായ ഭഗവാനിലേക്ക് മനസ്സ് തിരിയാത്തത്, ഭഗവാനെ പ്രാപിക്കാനുള്ള ജിജ്ഞാസ വരാത്തത്? ഇങ്ങനെയില്ലേ ഒരു കാര്യം? എന്തുകൊണ്ട് എല്ലാവർക്കും സത്യാന്വേഷണ ബുദ്ധി ഉണ്ടാവണില്ല? എല്ലാവർക്കും വിഷയവിരക്തി വരുന്നില്ല? അതിന് ഉത്തരം പറയാം. മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. എല്ലാവരും മനുഷ്യരാണെങ്കിലും മനുഷ്യജാതി എന്ന് പറഞ്ഞൊരു ജാതി, അതിൽ പിന്നെ വേറെ കുറെ ജാതികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈശ്വരൻ ഉണ്ടാക്കിയതല്ല. ഈശ്വരൻ ഉണ്ടാക്കിയത് മനുഷ്യജാതി, മൃഗജാതി, വൃക്ഷജാതി, ദേവജാതി, ഇങ്ങനത്തെ ജാതികളാ. ശരിയല്ലേ? നമ്മൾ ഉണ്ടാക്കിയതാണ് മറ്റുള്ള ജാതികൾ. ഈ മനുഷ്യരെന്ന ജാതി ഒന്നാണ്. പക്ഷെ എങ്കിലും അവരെല്ലാവരും ഒരുപോലെയല്ല അർത്ഥം. എവിടെയാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ എല്ലാവരെയും ശരീരം ഉണ്ടാക്കിയിട്ടുള്ള ഒരേ പഞ്ചഭൂതങ്ങളെ കൊണ്ടല്ലേ? വലിയ വ്യത്യാസമുണ്ടോ? ഇല്ല. സപ്തധാതുക്കളാണ്. തൊലി, രക്തം, മാംസം, മജ്ജ, അസ്ഥി, മലം, മൂത്രം, ഇതൊക്കെയാണ് എൻ്റെ ഏലും നിങ്ങളുടെ ഏലും. എല്ലാ ശരീരത്തിനെയും പ്രവർത്തിപ്പിക്കുന്ന ഉള്ളിലെ ചൈതന്യവും ഒന്ന് തന്നെയാണ്. അതിലും വ്യത്യാസമില്ല. എന്നിട്ടും നമ്മളൊക്കെ വ്യത്യസ്തരാണല്ലോ. അതില്ല എവിടെയാ? നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതിയില് അല്ലേ? നമ്മുടെ വിചാരങ്ങള് വ്യത്യാസമാണ്. അതിന് കാരണം എന്താ? നമ്മുടെ മനസ്സിന്റെ വ്യത്യാസം. അതിന് കാരണം നമ്മുടെ സംസ്കാരത്തിന്റെ വ്യത്യാസം. ശരിയല്ലേ? അതുകൊണ്ട് പറയണു, മനുഷ്യരെല്ലാവരും മനുഷ്യരാണെങ്കിലും, ആകൃതി കൊണ്ട് മനുഷ്യരാണെങ്കിലും പ്രകൃതി കൊണ്ട് എല്ലാവരും ഒരുപോലെയല്ല. മനുഷ്യരുടെ മനസ്സിന് വിശേഷമുണ്ടോർക്കണം. വ്യത്യസ്ത സംസ്കാരത്തോട് കൂടിയിട്ട് ആണ് നമ്മൾ ഓരോരുത്തരും വന്നേക്കണത്. വ്യത്യസ്ത കാലദേശങ്ങളിൽ വളർന്ന് വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിലൂടെയൊക്കെ അല്ലേ കടന്നു വന്നേക്കണത്. അതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും പ്രകൃതം നത്തം. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഈ ജീവിതാനുഭവങ്ങളൊക്കെ കണ്ടാലും കേട്ടാലും ഒക്കെ അതിൽ നിന്ന് പാഠം പഠിച്ച് ഉയരാനോ സത്യമാർഗത്തിൽ പരിശ്രമിക്കാനോ ഒക്കെ തോന്നി പറ്റിയെന്ന് വരില്ല.
അതുകൊണ്ടാണ് കരുണാമയന്മാരായ നമ്മുടെ ഋഷീശ്വരന്മാര് ഒരമ്മ എങ്ങനെയാണ് തൻ്റെ പേരമക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓരോരുത്തരുടെയും അഭിരുചിക്ക് അനുസരിച്ചുള്ളതായ പലഹാരമോ കറികളോ ഒക്കെ ഉണ്ടാക്കി ആ കുട്ടിക്ക് വയറ് നിറച്ച് ആഹാരം കഴിപ്പിക്കുന്നത്. ഇന്നിപ്പോ ഒന്നേ ഉള്ളതുകൊണ്ട് അറിയില്ല ആ കുട്ടിയുടെ ഇഷ്ടത്തിന് എല്ലാവരും നിൽക്കണേ. പണ്ടങ്ങനെയല്ല, ഒരു ഡസനൊക്കെയാ വീട്ടിൽ മിനിമം. അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടത്താ ചെയ്യാമ്മ. ഒരു കുട്ടിക്ക് വയറിന് ഇത്തിരി കേടാ, അപ്പൊ എന്ത് ചെയ്യുന്നു, മോരൊക്കെ കാച്ചി അങ്ങനെയൊക്കെ കഞ്ഞിയൊക്കെ കലക്കി പിഴിഞ്ഞ് കുട്ടിക്ക് കൊടുക്കണം. അല്ലേ? മറ്റവൻ നല്ല ആരോഗ്യം ഉണ്ട്, അപ്പോൾ നല്ല കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലോണം ഊണ് കൊടുക്കണം. ശരിയോ? ഒരാൾക്ക് ദോശയാണ്, ഒരാൾക്ക് പുട്ടാണ് ഇഷ്ടം, ഒരാൾക്ക് സേവയാണ് ഇഷ്ടം. ആയിക്കോട്ടെ, അമ്മ കുട്ടികളുടെ ഇഷ്ടത്തിനൊത്ത് രുചിക്കൊത്ത് ഒരേ അരിമാവല്ലേ. ഇതുപോലെ മഹർഷീശ്വരന്മാര് ആ നമ്മളോടുള്ള വാത്സല്യം കൊണ്ടും കാരുണ്യം കൊണ്ടും എല്ലാ തരത്തിലുള്ള സംസ്കാരത്തോടുകൂടി മനുഷ്യരും ഈ ജീവിത യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണം. അവര് ആ ശാശ്വതനായ ഈശ്വരനെ ആശ്രയിക്കണം. ആ ഭഗവാൻ മാത്രം ആണ് നമുക്ക് ശാശ്വത ശാന്തിക്കുള്ള കാരണം എന്ന് തിരിച്ചറിഞ്ഞ് ഭഗവാനെ ഭജിച്ച് സാക്ഷാത്കരിച്ച് മുക്തരാകണം എന്ന് വിചാരിച്ചിട്ട് പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. അപ്പൊ മനുഷ്യര് എല്ലാവരും ഒരു ജാതിയാണെങ്കിലും മനുഷ്യരുടെ മനസ്സും സംസ്കാരവും ഒരുപോലെയല്ല. അതുകൊണ്ടോ പലതരത്തിലുള്ള സംസ്കാരത്തോടുകൂടി ആൾക്കാർ എങ്ങനെ പറഞ്ഞാലാണ് അവർക്കിത് ബോധ്യാവുക? എങ്ങനെയെങ്കിലും അവരുടെ മനസ്സിനെ ക്രമേണ ഈ വിഷയത്തിൽ നിന്ന് ഉയർത്തി ഭഗവാനിലേക്ക് എത്തിക്കണം എന്ന് ഇരിച്ചിട്ടാണ് പല തരത്തില് നമ്മുടെ ഹിന്ദു മതത്തില് ശാസ്ത്രങ്ങള്, പല ആചാര്യന്മാര് പല രീതിയില് ആ സത്യത്തെ അനുഭവിക്കാനുള്ള മാർഗങ്ങൾ അരുളി ചെയ്തിട്ടുള്ളത്. ഇതാണ് ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയ മാഹാത്മ്യവും സവിശേഷതയും. മറ്റ് പല മതങ്ങളിലും ഒരു വഴി, ഒരു മാർഗം, ഒരു പുരോഹിതൻ മാത്രമേ ഉള്ളൂ, ഒരാൾ മാത്രമേ ഉള്ളൂ. അതിന് എല്ലാവരും അതിലേക്ക് മതം മാറ്റണം. ശരിയോ? ഇവിടെ മതം മാറ്റമില്ല, മനം മാറ്റേ ഉള്ളൂ എന്നർത്ഥം. നിങ്ങൾ ഈ നശ്വരമായ ജീവൻ ദേഹം ആണെന്നുള്ള വിശ്വാസം മാറ്റിയിട്ട് നിങ്ങൾ ശാശ്വതമായ ചൈതന്യമാണ്, ദിവ്യത്വമാണ് നിങ്ങളുടെ സ്വരൂപം എന്ന് പറഞ്ഞുറപ്പിക്കുക, അതിൽ മനം ഉറപ്പിക്കുക. ശരിയോ? ചിന്മയാൻ സ്വാമി പറയും, ഹിന്ദുമതം എന്ന് പറഞ്ഞാലേ ഒരു സൂപ്പർ മാർക്കറ്റോ ബിഗ് ബസാറോ എന്ന് അതൊക്കെ കഴിഞ്ഞു. മോളുകളുടെ കാല. ഒരു മോള അവിടെ കിട്ടാത്തൊന്നുമില്ല അല്ലേ? എല്ലാവർക്കും വേണ്ടത് ആ മോളിൽ പോയാൽ അല്ലെങ്കിൽ ബിഗ് ബസാറിൽ പോയാൽ വാങ്ങിട്ട് വരാം അല്ലേ? വിവേകാനന്ദ സ്വാമികൾ പറയും, ഒരു കല്ല് വെച്ച് കുറച്ച് കള്ളും പൊടിയും വെച്ച് ഒരു കോഴി അറുത്ത് പൂജിക്കുന്ന ആ താമസ പൂജ മുതൽ അഹംബ്രഹ്മാസ്മി വരെ സത്യസാക്ഷാത്കാരത്തിനുള്ള വഴികളാത്ര ഇവിടെ. മനസ്സിലായോ? ചെറിയ സത്യത്തിൽ നിന്ന് വലിയ സത്യത്തിലേക്കുള്ള പോക്കാണ് വരുന്നത്. ആ ആദ്യം പറഞ്ഞവനും ഒരു ഈശ്വര ശക്തിയിൽ വിശ്വാസമുണ്ട്. അവന്റെ സംസ്കാരത്തിന് അവൻ അതേ മനസ്സിലാവുള്ളൂ, ആ പൂജ അവന് മനസ്സിലാവുള്ളൂ അല്ലേ? അവന് സാത്വികമായ പൂജയൊക്കെ അവന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അവനൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെറിയ സത്യത്തിൽ നിന്ന് വലിയ സത്യത്തിലേക്ക് പോക്കാണ്, അല്ലാതെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള പോക്കല്ലതെന്ന് നോക്കണം. ഇതാണ് പ്രാക്ടിക്കലായിട്ട് പറയുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ എടുത്തു നോക്കൂ, എത്ര തരത്തിലുള്ളതായ ആരാധനാ സമ്പ്രദായങ്ങളാ, ഏത് തരത്തിലുള്ള ദൈവസങ്കല്പങ്ങളാ അല്ലേ? എത്രയെത്ര മാർഗങ്ങളാ, അതെന്തെങ്ങനെ, എത്ര പുസ്തകങ്ങളാ. മറ്റുള്ളവർ ഇത് കേട്ടിട്ടെ, പാശ്ചാത്യർ ഇത് കേട്ടിട്ട് ആകെ അമ്പരന്ന് നിൽക്കുക. അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇതെന്താ? ഞങ്ങൾക്ക് ഒരൊറ്റ പുസ്തകത്തിന്റെ ഒറ്റ ആളുടെ വക്താക്കളാ. ഇവിടെ ഇതെങ്ങനെ അവർ കൺഫ്യൂസ്ഡായി ആകപ്പാടെ, ഇതെന്താ ഇങ്ങനെയെന്ന്. ഇതിന്റെ മഹത്വം പ്രായോഗികത അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. കാരണം വ്യത്യസ്ത ഭിന്ന രുചിർഹി ലോകാഹാരം. ഓരോരുത്തരുടെയും രുചി വ്യത്യസ്ത. നാവിന്റെ രുചിന്റെ വ്യത്യാസം നമുക്കറിയാം അല്ലേ? അപ്പോൾ വ്യത്യസ്ത ഫുഡ് ഉണ്ടാക്കണ്ടേ? അതല്ലേ നമ്മൾ വിവാഹമൊക്കെ നടത്തുമ്പോൾ, വിശേഷമൊക്കെ നടത്തുമ്പോൾ എന്തിനാ ആൾക്കാരെ ക്ഷണിച്ചാൽ ഒരുപാട് ഐറ്റം ഉണ്ടാക്കി വെക്കണേ? ഓരോരോ കൂട്ടാനും വയറ് നിറച്ച് ഊണ് കഴിക്കണം, എത്രല്ലേ വേണ്ടു? അതുപോലെ അല്ലല്ല, അനേകം ഐറ്റം എല്ലാവരും കഴിക്കണം വെച്ചിട്ടല്ല. പിന്നെയോ ഓരോരുത്തർക്ക് എന്ത് ഇഷ്ടമോ അത് കഴിക്കട്ടെ. ഇന്ന് കല്യാണമൊക്കെ ഈവനിങ് എല്ലാവർക്കും നല്ല വെജിറ്റബിൾ പുലാവുണ്ട്, ചപ്പാത്തിൻ്റെ അപ്പുറത്ത് നെയ് റോസ്റ്റിൻ്റെ അപ്പുറത്ത് ഇഡ്ഡലി സാമ്പാറിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് വേറെ പൂരി അതുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായി നമ്മൾ ഉണ്ടാക്കി വെക്കുക. അതൊക്കെ ചൂടാറാണ്ടൊക്കെ ചൂട് ഗ്യാസൊക്കെ അടുപ്പൊക്കെ വെച്ചിട്ട് പിടിപ്പിച്ചിട്ട് ചൂടോടെ ഇതെല്ലാം ഒരാൾ കഴിച്ച് ദഹനക്കെട്ട് പിടിപ്പിക്കണോ? വേണോ? അപ്പുറത്ത് വെജ് ഉണ്ടാവും, അപ്പുറത്ത് നോൺ വെജ് വരുന്നവർക്ക് അതുണ്ടാവും. വലിയ വലിയ കല്യാണങ്ങൾക്കൊക്കെ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് എന്തിനാത്? ഞാൻ വിളിച്ച ആൾക്കാരൊക്കെ സന്തോഷമായി സുഖമായി ആഹാരം കഴിച്ച് പോണിച്ചിട്ടാ അല്ലേ? ഭിന്ന രുചി ഓരോരുത്തരുടെ രുചിക്ക് അനുസരിച്ചല്ലേ. ഈ വെറും വായുടെ രുചിയും ഈ വയറിന്റെ കാര്യം തന്നെ, ഫിസിക്കൽ ആയ ശരീരത്തിന്റെ കാര്യം തന്നെ ഇങ്ങനെയാണെങ്കിൽ മനസ്സിന്റെ രുചി വ്യത്യസ്തല്ലേ? മനസ്സിന്റെ സംസ്കാരം വ്യത്യസ്തല്ലേ? മനസ്സിന്റെ ടേസ്റ്റ് വ്യത്യസ്തല്ലേ?
എല്ലാവർക്കും ഒന്ന് മതിയോ? ഒരു സ്കൂളില് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കണേ കുട്ടികൾക്കൊക്കെ അവിടുത്തെ മാനേജ്മെന്റ് തീരുമാനിച്ചു അത്രേ യൂണിഫോം അവിടെ നിന്ന് കൊടുക്കുന്നു. ഒരേ നമ്പറുള്ള ഷൂസ് വരുത്തി എല്ലാവർക്കും കൊടുത്തു. ഒരേ വലിപ്പത്തിലുള്ള പാൻറ്റും ഷർട്ടും തയ്പ്പിച്ചു കൊടുത്തു. എങ്ങനെയുണ്ടാവും? പറ്റുമോ? പ്രാക്ടിക്കലാവോ? ഇല്ലല്ലോ. ഓരോരുത്തരുടെ ഫിസിക്കൽ വലിപ്പം തന്നെ വ്യത്യാസം. അതിനനുസരിച്ചിട്ടാണ് അല്ലേ ഒക്കെ വേണ്ടത്. അപ്പം മാനസികമായി നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത പ്രകൃതിയാണ്, വ്യത്യസ്ത വാസനയാണ്, വ്യത്യസ്ത ജന്മാന്തര സംസ്കാരം കൊണ്ട് വന്നവരാ. അപ്പൊ അതിനനുസരിച്ചിട്ടേ ഓരോരുത്തർക്കും ഓരോന്ന് പറ്റുള്ളൂ. ഒരാൾക്ക് നാമജപാവും, ഒരാൾക്ക് കഥാശ്രവണവും, ഒരാൾക്ക് തത്വവിചാരമാവും, ഒരാൾക്ക് വേറെ എന്തെങ്കിലും ആവും. ഇങ്ങനെ പലതും ആയിക്കോട്ടെ, എല്ലാവർക്കും പറ്റിയ വഴികൾ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദുമതത്തെ മതങ്ങളുടെ മാതാവെന്ന് വിവേകാനന്ദ സ്വാമികൾ വിശേഷിപ്പിച്ചത്. മനസ്സിലായോ? എല്ലാവർക്കുമുള്ള വഴികൾ ഇവിടെയുണ്ട്. അതാണ് പലർക്കും അറിയണമെന്നിട്ടല്ലോ പലജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. പലതരത്തിലുള്ള ശാസ്ത്രങ്ങൾ എന്തൊക്കെയുണ്ടത്? കർമ്മത്തിലധികാരി ജനങ്ങൾക്ക് കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം. ജ്ഞാനത്തിനധികാരി ജനങ്ങൾക്ക് ജ്ഞാനശാസ്ത്രങ്ങളും പലതുണ്ടല്ലോ. സംഖ്യശാസ്ത്രങ്ങൾ യോഗശാസ്ത്രങ്ങളും സംഖ്യയില്ലതോ നിൽക്കട്ടെ സർവവും.